കണ്ണും മനസ്സും ഒരേപോലെ നിറച്ചൊരു നിമിഷമാണ് കേട്ടോ ഇത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ ചെയ്ത് കാണുന്ന തരത്തിൽ ഒരു പാറ്റേൺ ഒന്നുമല്ല. ഇത് കുറച്ചധികം വെറൈറ്റി ആയിട്ടുള്ള നോർമൽ അല്ലാത്തൊരു ഡ്രസ്സാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ബേസാണ് കേട്ടോ. ബേസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സ് നമ്മൾ സെറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ബേസ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് സെറ്റ് ചെയ്യുന്നത്. ഇതും ചിലപ്പോൾ വരും വീഡിയോയ്ക്കകത്ത് ഇത് എന്താവും എന്നുള്ളത് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതേപോലെ ഞാൻ എന്താണ്ടൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് ഒരു സ്മോക്കി അപ്പിയറൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആലോചന. ഇതൊന്നും കൊണ്ട് തീരുന്നില്ല, ഇഷ്ടംമാതിരി സാധനങ്ങളാണ് ഇതിൻ്റെ അത് ചെയ്യാനുള്ളത്. ഇതേപോലെ ഒരു സ്മോക്കി ടെക്സ്ചർ മൊത്തത്തിൽ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പിന്നൊക്കെ കുത്തി. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബേസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കൈകൊണ്ട് തുന്നിയെടുക്കുന്ന പരിപാടിയാണ് ഇതിൻ്റെ അത് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇത് എന്നാത്തിനുള്ള പുറപ്പെടണം. വേറെ ഒന്നല്ല, ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു നോർമൽ കോസ്റ്റ്യൂമല്ല, ഇതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമാണ്. അതുകൊണ്ട് എനിക്കും കുറച്ച് ഷോ ഓഫൊക്കെ ആവുമല്ലോ. ഷോയൊക്കെ കഴിഞ്ഞിട്ട് കമ്പി മേറുമൊക്കെ എടുക്കണേന് ഇതേപോലെ കമ്പിയൊക്കെ എടുത്ത്, കമ്പിയല്ല കേട്ടോ, ഒരു പ്ലാസ്റ്റിക് വയറാണ്. ഞാൻ ഇവിടെ ഒരു സെപ്പറേറ്റ് കോഡ്സെറ്റാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ ഡ്രസ്സിൻ്റെ ഭാഗമാണ് കേട്ടോ. കോഡ്സെറ്റൊക്കെ ഒരുവിധം ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ആ വയേഴ്സൊക്കെ കയറ്റി. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ബാക്കിയെല്ലാം വഴിയേ പറയാം കേട്ടോ.